കവിപ്പുട സ്ഥിരമാക്കിന്ന് തോന്നുന്നു. അയ്യോ എനിക്ക് വേണ്ടേ. താമസിയാതെ കുടികടപ്പവാശം ചോദിക്കുന്ന ലക്ഷണമാണ്. അല്ല നീ എന്താ പതിവില്ലാതെ? പതിവുകളൊക്കെ മാറുകയല്ലേ കൊച്ചേട്ടാ. മനസ്സിലാവുന്ന ഭാഷയെ പറയടാ. പറയുന്നതിനേക്കാളും നേരെ കാണുന്നല്ലേ നല്ലത്. ഒരു നല്ല കാര്യത്തിന്റെ തുടക്കമല്ലേ. ഇനി പുറത്തല്ല നിൽക്കേണ്ടത്, ദേ ഇങ്ങോ അകത്തോട്ട് വാ. നമ്മെ മനസ്സിലായി കാണും. എങ്കിലും നാം ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഗോവർദ്ധനൻ. ഇന്നു മുതൽ ഈ ഷാപ്പിന്റെ മേൽനോട്ടം വഹിക്കാൻ നിർബന്ധിതനായ ഒരു മാന്യൻ. ഇന്നു മുതൽ നിങ്ങളുടെ എല്ലാ സൗകര്യത്തിനായി ഞാൻ ചില പരിഷ്കാരങ്ങൾ ഈ ഷാപ്പിൽ വരുത്താൻ പോവുകയാണ്. ഒന്നാമതായി അവിടെ നിൽക്കട്ടെ, ഈ ഷാപ്പിൽ ചാർജ് എടുക്കാനുള്ള ഓല കൊണ്ടുവന്നിട്ടുണ്ട്. ഓല? ഈ ഷാപ്പിനെ മേൽനോട്ടം വയ്ക്കാൻ ഓല വിളിച്ചിട്ടുണ്ടോ? ഓല എന്ന് പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ഓർഡർ. അത് നിർബന്ധമാണ്. അല്ലെങ്കിലേ ഗിരിയേട്ടൻ നേരിട്ട് വന്ന് വാസുവേട്ടനോടോ മാനേജറോടോ പറയണം. അല്ലാതെ മറ്റു വഴിയൊന്നുമില്ലേ? ഉണ്ടല്ലോ, അത് പറഞ്ഞതാ. മുമ്പേ കിടക്കുന്നു പുറത്തേക്കുള്ള വഴി. അപ്പോ കൊച്ചേട്ടൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ പോയി ഓല വലിച്ചോണ്ട് വരാം. അല്ല, അളിയന്റെ കയ്യിൽ നിന്ന് ഓലയും വാങ്ങിച്ചോണ്ട് വരാം. വാടാ പുരുഷു. അതെ, ഞങ്ങളപ്പോ പോയിട്ട് വരാം. ഇനി കള്ളു കുടിക്കാൻ ഓലയും വലിച്ചോണ്ട് വരേണ്ടി വരുമോ? പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുക ഒരു മൃഗഡോക്ടറും വാലും. ഇങ്ങനെ പോയ അണ്ണന്റെ കാര്യം പോക്കാം. ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞാടാ എരപ്പേ, നമ്മുടെ നമ്പരൊന്നും വാസുട്ടിന്റെ അടുത്ത് കേൾക്കില്ലാന്ന്. നിന്റെ ഒരു മുടിഞ്ഞ ബുദ്ധി. ഇത് കേട്ടാത്തൊന്നും ഈ കാട്ടിക്കൂട്ടിനൊക്കെ എനിക്ക് വേണ്ടിയാണെന്ന്. എന്നിങ്ങനെ ഭാര്യ വീട്ടിൽ പോയി കൈ നീട്ടാൻ അണ്ണന് നാണാവൂലേ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? അണ്ണൻ നേരെ ഗിരി അണ്ണന്റെ അടുത്ത് പോണം. സ്വർണ്ണ ചേച്ചിയുടെ അവകാശം ചോദിക്കണം. ചോദിച്ചാ പോരാ, അത് വാങ്ങിച്ചെടുക്കണം. ആ ഓഹരി കൈ കിട്ടിയ പിന്നെ അണ്ണൻ ആരാ? രാശാവല്ലേ? പിന്നെ നമ്മളെ കോന അടിച്ചവരെല്ലാം അണ്ണന്റെ പിന്നാലെ പോരും. അപ്പോ നമുക്ക് അങ്ങനെ ചെയ്യാല്ലേ? അണ്ണൻ ധൈര്യമായിട്ട് ചെന്ന് ചോദിക്കണ്ട, കൂടെ ഞാനില്ലേ? കമാൻ. അമ്മ, ഞാൻ നിന്റെ ആരാ? ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എടാ ഗോവർദ്ധന, വല്ലതും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ എന്നേക്കുമായി കിടന്നാൽ എല്ലാവരും ഹാപ്പി അല്ലേ? എന്നാൽ അങ്ങനെ കിടന്നു തരുന്നവനല്ല ഈ ഗോവർദ്ധനൻ. എന്നാ നാറ്റം, എങ്കോ പോയി സാറായം കുടിച്ച് വന്നിരിക്ക് അയോഗ്യ പയ്യൻ. കണ്ണും പുല്ലും കണ്ടുകൂടെങ്കിലും പറട്ട കിളവിക്ക് എന്തൊരു കേൾവി ശക്തി. എന്റെ ഈശ്വരോ, കാലിനും പണിമുടക്കാണോ? മെക്കിട്ടേറ്റ എന്റെ നേർക്ക് മതി. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ ആരുടെ നെഞ്ചത്തും മെക്കിട്ട് കയറും. ഞാൻ ഗോവർദ്ധനൻ. എന്നാ മൂടിടിച്ച് വീഴുകയും ചെയ്യും. അയ്യോ, എനിക്ക് വയ്യ. ഇന്ന് ഗ്രഹണമാണോ? നിർക്കൊല്ലിയും തലവൂക്കി തുടങ്ങി. സത്തം പോടാതെ വാമൂട്ട് കളവി. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് നിങ്ങൾ തരുമോ? ഗോവർദ്ധനോ, എന്താ അളിയന്റെ ഡിമാൻഡ്? എനിക്ക് എന്റെ ഓഹരി കിട്ടണം. നിന്റെ ഓഹരി നിന്റെ വീട്ടിൽ ചെന്ന് വേണ്ട ചോദിക്കാൻ? അതിന് വീടില്ലല്ലോ. അതും വിറ്റോ? അതെ, എന്റെ ഭാര്യയുടെ ഓഹരി അതെനിക്ക് ഉടനെ കിട്ടണം. നല്ല കാര്യങ്ങള് വെച്ച് താമസിപ്പിക്കരുതേ. അങ്ങോട്ട് കൊടുത്തു കളയാം. ഇങ്ങോട്ട് ഓക്കില്ലേ? പിന്നെ അല്ലാതെ സൂപ്പർസ്റ്റി സീക്രട്ട് ആണല്ലോ കൊടുക്ക. എന്റെ അളിയന് വിവരമുണ്ട് അല്ലേ? ഇതിനെടുത്ത് അകത്ത് വെച്ചേക്ക്. മതിയടി, ചോറ് മതി. സമയം എന്തായെന്നറിയോ? നിങ്ങൾ ഇതൊരു ഭക്ഷണം കഴിച്ച് തീർന്നില്ലേ? അത് തന്നെ അവന്റെ പ്ലാൻ. അതെങ്ങനെ പറ്റും? എടാ, അവന് ഭരിക്കാൻ ഒരു തടസ്സവും ഇല്ല. നിലവിൽ കള്ള ഷാപ്പോ റേഷൻ കടയോ നടത്തുന്നവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ ഒരു നിയമപ്രശ്നവും ഇല്ലെന്നാ ഭാർഗവ വക്കീൽ പറഞ്ഞു. ഇനിയിപ്പോ അവനെ തളയ്ക്കാൻ എന്താ ഒരു വഴി? അതിനാ ശങ്കരനാശനെ വിളിച്ച പോരെ? എന്നാത്തിന്? പേരിയേറ്റ പാപ്പാനാ. അയാൾ അവനെ പുല്ലുപോലെ തളയ്ക്കും. അയ്യോ, അവനെ തളയ്ക്കുന്നതിന് മുമ്പ് ആദ്യം നിന്റെ തലയിലാ തളം വയ്ക്കേണ്ടത്. ഇങ്ങനെ നിർത്താതെ ധാര കോരിയാൽ ഉടനെ അതും വേണ്ടി വരും. നീ ആ ഗ്ലാസ് താഴെ വെച്ചിട്ട് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം, മരക്കഴുത്. ഓക്കെ, ഞാനൊരു കൂട്ടം പറഞ്ഞ വലിയ ഉറപ്പ് ദേഷ്യപ്പെടരുത്. പറഞ്ഞു ഓലേക്ക്. ഗിരിയെ ഒതുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം അവന്റെ പക്ഷത്തു നിന്നും ഒരാളെ നാക്കിന് നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കൈമളെ, ആ പരട്ട ഗിരി നമ്മുടെ അടുത്ത് വന്നാലല്ലേ പറ്റൂ അവന്റെ കക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ. കക്ഷമല്ല ഉപേന്ദ്രകുറുപ്പേ, പക്ഷം. പക്ഷം. ഉണ്ണി മോനെ, ഉണ്ണി. എന്താ വല്യച്ഛാ? എടാ, നിന്റെ അച്ഛൻ അകത്തോണ്ട് കിടത്താൻ നിന്റെ അമ്മയോട് പറയടാ. വെള്ളമാടാ വെള്ളം. എനിക്ക് വേറെ ഓ, എവന്റെ അല്ലേ മോൻ? നല്ല അനുസരണ. നല്ലൊരു മാർഗമാടോ കൈമളെ താൻ പറഞ്ഞു. പക്ഷെ അവന്റെ പക്ഷത്തുനിന്ന് ആരെയാ നമ്മുടെ പക്ഷത്തേക്ക് കിട്ടുക? ആ കാര്യം വലിയ കുറിപ്പ് എനിക്ക് വിട്ടേക്ക്. അവന്റെ പക്ഷത്തു നിന്നും നമുക്ക് പറ്റിയ ഒരാളെ പൊക്കുന്ന കാര്യം ഈ കൈമളേറ്റു. തന്റെ ശരീരവും മറ്റോണ്ട് താൻ ആരെ പൊക്കാൻ പോവാഴൂ? അങ്ങനെ ചുമ്മാ ഒന്നും പൊങ്ങത്തില്ല. ആ പൊക്കുന്നില്ല.
നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ മനുഷ്യ? എന്തിനാ ഇങ്ങനെ വെറുതെ കിടന്ന് അലർന്നേ? നിന്നെ ആര് വിളിച്ചു? ഞാൻ കാദംബരിയാ വിളിച്ചേ. വല്യേട്ടൻ എന്തിനാ വിളിച്ചേ? എടി നിന്റെ കെട്ടിയോൻ ചീഞ്ഞു വിളിച്ചകത്തോണ്ട് പോയി കിടത്ത്. പിച്ചും പേരും പറയാൻ തുടങ്ങി. ഇങ്ങോട്ട് വാ മനുഷ്യ, വരാൻ. ഞാനില്ല. നീ കൂടെ ഒന്ന് പിടിച്ചേ. എന്നും ഈ പണി ചെയ്യാൻ വല്ല ചുമട്ടുകാരെ നിർത്തുന്നതായാലേ നല്ലത്. കൈമല ഇങ്ങോട്ട് വന്നു. താൻ പറഞ്ഞത് ഒരു ഉഗ്രൻ ഐഡിയ. ഇത് സാധിച്ചെടുത്താൽ നമ്മൾ ജയിച്ചു. അതെ. ഓ, അതവരുടെ തോന്നല് മാത്രമാണ്. എന്നെ അതിനൊന്നും കിട്ടില്ല. എത്ര 12? അത് ശരിയാക്കാം. അതിനു മുമ്പ് ഡാഡിയുമായി എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അല്ല, എന്താ വിശേഷിച്ച്? കല്യാണോ? ആരുടെ? ഓ, ചേട്ടന്റെ മകളുടെ അല്ലേ? ഞാൻ കാണും. ശരി ശരി. അല്ല, അപ്പൊ നമ്മുടെ കാര്യം? താനെന്തിനാടോ പേടിക്കണത്? ഈ കേസ് ഞാൻ ഏറ്റെടുത്തത് കൊണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോണത്. അതല്ല, ഈ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. അതിനല്ലേടോ ഈ ഗോപിക്കുട്ടനുള്ളത്. ഒക്കെ ശരിയാക്കി തരാന്നേ. ഓ മൈ ഡാഡ്, ഇന്നത്തെ എന്റെ ദൗത്യമിത പൂർണ്ണമായിരിക്കുന്നു. എടാ ഗോപി, നിന്നോട് ഞാൻ എത്ര ആവർത്തി പറഞ്ഞിരിക്കുന്നു എന്നെ ഡാഡി ഡാഡി എന്ന് വിളിക്കരുതെന്ന്. ആരാടാ ഇവരൊക്കെ? കസ്റ്റംസാ. എന്റെ കസ്റ്റമേഴ്സ് ആണെന്ന് പറയായിരുന്നു. അവർക്കൊരു 3 നമ്പേഴ്സ് സാധനം വേണം. ആദ്യം കാശെടു. ആ, അത് മറന്നുപോയി. കാശട് പോക്കറ്റ് വെച്ചിട്ട് മിണ്ടാതിരിക്കണ. എന്നാ 1 2 3 4 5 6 കറക്റ്റായിട്ട് എണ്ണണം. അവസാനം തെറ്റിപ്പോയെന്ന് പറയരുത്. കൂടുതലുണ്ടെങ്കിൽ ഇങ്ങോട്ട് തരണം കേട്ടാ. കറക്റ്റല്ലേ? ഒന്നാം തീയതി ആയാൽ ആരുടെയൊക്കെ കാല് പിടിക്കണ ഒരു ഉപ്പി സാധനത്തിന്. ചേട്ടാ, ഒറിജിനൽ തന്നെയല്ലേ? മക്കളെ, കാലം കുറയായത് തുടങ്ങിയിട്ട് കള്ളില് കള്ളം കാണിച്ചാലേ കഞ്ഞിറങ്ങിച്ചാവൂല. വാ പോ. അല്ല ആശാനെ, എനിക്കൊരു സംശയം. എന്താടാ? ഈ പശുവെ കിളി പിടിക്കോ? ഒരിക്കലുമില്ല. എന്താ കാര്യം? ഇന്നത്തെ പത്രം എടുത്ത് ഞാൻ നോക്കിയപ്പോൾ അതിൽ വായിച്ചു പശുവെ കിളി പിടിച്ചു. എടാ മണ്ട, പശുവെ കിളി പിടിച്ചു എന്നല്ല, പശു വെകിളി പിടിച്ചു എന്ന് ഇന്നത്തെ പത്രത്തിൽ ഞാനും വായിച്ചു. ഒന്നുമില്ലടേ, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കി. എന്താ കാര്യം? നിത്യമോളുടെ ആട്ടുംകുട്ടിക്ക് 3-4 ദിവസമായിട്ട് നിർത്താതെ വയറ്റിന്ന് പോടും. എങ്കിൽ താനൊരു ബക്കറ്റുമായിട്ട് അതിന്റെ പുറകെ നടന്നാ പോരെ? തമാശകളാ. നീ തന്നെ വന്ന് എന്തേലും മരുന്ന് കൊടുക്കണമെന്ന് വലിയ കുറിപ്പിനൊരു നിർബന്ധം. അതെന്താ അങ്ങേരിക്കും പോയിക്കൊണ്ടിരിക്കണ? അതെ, മെമ്പർ ലീലാമ്മ ചേച്ചിയുടെ താറാവ് വീണ് കാലൊടിഞ്ഞിട്ട് 3 ദിവസമായി. ഞാൻ അതിനെ പ്ലാസ്റ്റർ ഇടാൻ പോവാ. കുറിപ്പിനോട് പറഞ്ഞ ഞാൻ വൈകുന്നേരം വന്ന് കണ്ടോളാന്ന് കേട്ടോ. വൈകിട്ട് ചെയ്യും. പ്ലാസ്റ്ററിന്റെ ഇടല അങ്ങനെ ഒരു തൂറ്റല്. അല്ല, എലിസബത്ത് ചേച്ചേക്കോട്ടാ മോനെ നഴ്സറി ചേർക്കാൻ ഓ, പോവാ. അതിനുള്ള പ്രായമൊക്കെ ആയ ഇവന്. പിന്നെ ഇവന് 3.5 വയസ്സായില്ലേ? ഭർത്താവ് എത്യോപ്യാന്ന് ഇപ്പോഴെങ്ങാനും വരുമോ? മിക്കവാറും അടുത്ത മാസം വരും. അല്ല, ഭർത്താവ് പോയിട്ട് എത്ര വർഷമായി? 6 വർഷം. പോട്ടെ. അണ്ണാ, ഭർത്താവ് പോയിട്ട് 6 വർഷം, കൊച്ചിന് 3.5 വയസ്സ്. ഈ കണക്കത്ര ശരിയല്ല അണ്ണാ. അതെ, കണക്കെല്ലാം ശരിയാണ്. ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ കാലമല്ലേ. ഈ കൊച്ചിനെ ഇവൾ ചിലപ്പോൾ ഇന്റർനെറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുത്തതാണെങ്കിലോ? ഓ, അങ്ങനെ വിശ്വസിക്കാം അല്ലേ? വിശ്വസിച്ചേ പറ്റൂ. ഒന്ന് തിരിച്ചടിപ്പിക്കണോ? ആ കുട്ടി ഇവിടെ നിന്ന് കയറിക്കോട്ടെ. അടുത്തേല് വന്നാ പോരെ? കടവ് വിട്ടില്ലല്ലോ, അങ്ങോട്ടൊന്ന് അടുപ്പിക്കേ. കുറച്ചുകൂടെ ഒന്ന് അടുപ്പിക്കോ. സെക്രട്ടറി എന്തായാലും ഞാനല്ല. നിങ്ങളാരാ? ഞാൻ ആരായാലും നിങ്ങൾക്കെന്താ? എനിക്ക് കാണേണ്ടത് സെക്രട്ടറിയാണ്. അവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഓഫീസിലേക്ക് ഓരോ അത്യാവശ്യങ്ങൾക്ക് കടന്നു വരുന്ന സ്ത്രീകളുടെ വഴി തടയാതെ മാറി നിന്നൂടെ പുതിയ പ്രസിഡന്റ്? ഓ, അങ്ങനെ ആയിക്കോട്ടെ. പഴയ പ്രസിഡന്റ് ഒലക്ക. എന്താ ഇത്ര വൈകിയത്? അത് ജോയിൻ ചെയ്യുന്ന ദിവസമെങ്കിലും അല്പം നേരത്തെ എത്തിക്കൂടെ? അത് ബസ് കിട്ടാൻ വൈകി, അതുകൊണ്ടാ സർ.
ഡൈയിങ് ഇൻ ഹാർനസ്. അച്ഛൻ ചെയ്തിരുന്ന ജോലി മകൾ ഏറ്റെടുക്കുന്നു അല്ലേ? അതെ സർ. അച്ഛൻ എവിടെയാ ജോലി ചെയ്തിരുന്നത്? കൊല്ലം ജില്ലയില തഴവ പഞ്ചായത്തിൽ. ഏതായാലും പ്രസിഡന്റിനെ ചെന്ന് കണ്ടിട്ട് വരും. ഔദ്യോഗികപരമായി കുട്ടി സെക്രട്ടറിയുടെ മുമ്പിൽ ഒപ്പിട്ടാ മതി. എന്താ അത് പോരുന്നുണ്ടോ? പക്ഷേ ജനാധിപത്യപരമായി പ്രസിഡന്റിനെ കൂടെ ബോധ്യപ്പെടുത്തേണ്ടി വരില്ലേ? എന്തോന്ന് ബോധ്യപ്പെടുത്താൻ? 15 കൊല്ലം ഞാനും പ്രസിഡന്റ് ആയിരുന്നതാ. അന്നൊന്നും ഇല്ലാത്ത ബോധ്യപ്പെടുത്തൽ ഇപ്പോഴെവിടുന്ന് വന്നു? കുട്ടി പോയി പ്രസിഡന്റിനെ കണ്ടിട്ട് വരും. ഹട്ടെ പിടിച്ച് മെത്തേക്കെടുത്തിയാൽ ഇതാ സ്ഥിതി. ഹേ കുട്ടിയല്ല. മേ ഐ കം ഇൻ സർ? യെസ് കം ഇൻ. വാ വാ. സോറി സർ, ആളെ മനസ്സിലാവാതെ. ശരി ശരി, വന്ന കാര്യം പറ. സാറിനെ കാണാൻ പറഞ്ഞു. എന്തിന്? ഞാൻ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ചാർജ് എടുക്കാൻ വന്നതാ. ആണോ? അതായത് ഗ്രാമസേവിക. അപ്പൊ ആദ്യം ഇയാൾ അറിയേണ്ടത് ഗ്രാമത്തെ അല്ലേ? ഗ്രാമത്തിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരം കണ്ടെത്താനും കഴിഞ്ഞാലേ കുട്ടിയുടെ ജോലിക്ക് ഒരു അർത്ഥമുണ്ടാകൂ. അതുകൊണ്ട് ഓഫീസിൽ വരുന്ന ദിവസം കൃത്യസമയത്ത് എത്തണം. അതെനിക്ക് അല്പം നിർബന്ധമുള്ള കാര്യ. ആ ജോയിൻ ചെയ്തോളൂ. ഇല്ല, സാറിനെ കണ്ടിട്ട്. സാറിനെ കണ്ടില്ലേ? ഇനി പോയി ജോയിൻ ചെയ്തോളൂ. ശരി സർ.